അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ വീണ്ടും കനത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതിന്റെ വ്യക്തമായ സൂചനകൾ നൽകിക്കൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ചിരുന്ന ചരിത്രപരമായ ധാരണാപത്രത്തിൽ നിന്നുള്ള പൂർണ്ണമായ പിന്മാറ്റത്തെക്കുറിച്ചുള്ള കടുത്ത മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. വാഷിംഗ്ടൺ തുടർച്ചയായി നടത്തുന്ന കരാർ ലംഘനങ്ങളും ധിക്കാരപരമായ നിലപാടുകളും ഇനിയും വെച്ച് പൊറുപ്പിക്കാനാകില്ലെന്ന് ടെഹ്റാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഓരോ വീഴ്ചകളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകളുടെ ഭാവി തന്നെ അപകടത്തിലാക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഇറാൻ ഇപ്പോൾ ലോകത്തിനു മുൻപിൽ തുറന്നു കാട്ടുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി നടത്തിയ അതിശക്തമായ പ്രസ്താവനകൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഒപ്പുവെച്ച ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ ഇറാൻ ഇതുവരെയും വളരെ കൃത്യതയോടും ഉത്തരവാദിത്തത്തോടും കൂടി മാത്രമാണ് നടപ്പിലാക്കിയിട്ടുള്ളതെന്ന് അദ്ദേഹം അടിവരയിട്ട് സമർത്ഥിക്കുന്നു. അമേരിക്കൻ ട്രഷറി സെക്രട്ടറിക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് വിദേശകാര്യമന്ത്രി പ്രതികരിച്ചത്. ട്രഷറി സെക്രട്ടറി എന്ന് സ്വയം അവകാശപ്പെടുന്ന വ്യക്തി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അമേരിക്കൻ ഭരണകൂടത്തിന്റെ പരമോന്നത സാമ്പത്തിക നയരൂപീകരണ അധികാരിയെ കടുത്ത വാക്കുകളിലൂടെയാണ് അദ്ദേഹം നേരിട്ടത്. ധാരണാപത്രത്തിലെ 9ാം ഖണ്ഡികയുടെ നഗ്നമായ ലംഘനമാണ് ഇപ്പോൾ ഇരു വിഭാഗവും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായും വഷളാക്കാൻ കാരണമായിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തികവും നയതന്ത്രപരവുമായ ഇടപാടുകളെ സുഗമമാക്കുന്നതിനും പരസ്പര വിശ്വാസം നിലനിർത്തുന്നതിനും വേണ്ടിയുള്ള നിർണായകമായ വ്യവസ്ഥകളാണ് ഈ പ്രത്യേക ഖണ്ഡികയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അമേരിക്കൻ ട്രഷറി ഡിപ്പാർട്ട്മെന്റ് ഇറാനുമേൽ പുതുതായി അടിച്ചേൽപ്പിച്ച കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളാണ് ഇപ്പോഴത്തെ പെട്ടെന്നുള്ള പ്രകോപനത്തിന് ആധാരമെന്ന് വ്യക്തമാണ്. ഇറാന്റെ സാമ്പത്തിക മേഖലയെയും നയതന്ത്ര നീക്കങ്ങളെയും പൂർണ്ണമായും ശ്വാസം മുട്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വാഷിംഗ്ടൺ ഈ പുതിയ ഉപരോധങ്ങളുമായി മുന്നോട്ട് വന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ കടുത്ത പ്രതികരണം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് ദീർഘനാളുകളായി അമേരിക്കൻ ഭരണകൂടം തുടരുന്ന വീഴ്ചകളുടെയും തെറ്റായ നയതന്ത്ര നീക്കങ്ങളുടെയും സ്വാഭാവികമായ അനന്തരഫലം മാത്രമാണ്. ധാരണാപത്രം ഒപ്പുവെച്ചതിന് ശേഷം നിരന്തരമായി അമേരിക്കൻ ഭാഗത്തു നിന്നുണ്ടായ കരാർ ലംഘനങ്ങളുടെയും തെറ്റായ നടപടികളുടെയും ഒരു നീണ്ട നിര തന്നെ അബ്ബാസ് അരാഗ്ചി തന്റെ പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇനിയും ഇത്തരം നിയമലംഘനങ്ങളും ഏകപക്ഷീയമായ ഉപരോധങ്ങളും തുടരുകയാണെങ്കിൽ ധാരണാപത്ര പ്രകാരമുള്ള തങ്ങളുടെ എല്ലാ ബാധ്യതകളിൽ നിന്നും ഇറാൻ പൂർണ്ണമായും പിന്മാറുമെന്ന വ്യക്തമായ താക്കീതാണ് ടെഹ്റാൻ നൽകുന്നത്. തങ്ങൾ മാത്രം കരാർ വ്യവസ്ഥകൾ പാലിച്ച് മുന്നോട്ടു പോകേണ്ട യാതൊരു ബാധ്യതയുമില്ലെന്നും ഒരു നയതന്ത്ര കരാർ മുന്നോട്ടു പോകണമെങ്കിൽ ഇരു വിഭാഗത്തിന്റെയും തുല്യമായ പങ്കാളിത്തവും ഉത്തരവാദിത്തവും അനിവാര്യമാണെന്നും ഇറാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഭാവിയിൽ അമേരിക്കയുമായി ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകളോ നയതന്ത്ര നീക്കങ്ങളോ സാധ്യമാക്കണമെങ്കിൽ അതിന് കൃത്യമായ മുൻവ്യവസ്ഥകൾ ഇറാൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. പരസ്പരമുള്ള നിയമവിധേയത്വവും കരാർ വ്യവസ്ഥകളുടെ പൂർണ്ണമായ പാലനവും ഉണ്ടായാൽ മാത്രമേ ഇനി ഒരു ചർച്ചയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കൂ എന്ന് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. ഈ നയതന്ത്ര യുദ്ധം കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമായി മാത്രം കാണാൻ സാധിക്കില്ല, മറിച്ച് ഇത് പശ്ചിമേഷ്യൻ മേഖലയിലാകെ വലിയ സാമ്പത്തിക രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒന്നാണ്. ഇറാനുമേൽ അമേരിക്ക ഏർപ്പെടുത്തുന്ന പുതിയ ഉപരോധങ്ങൾ മേഖലയിലെ വ്യാപാര ബന്ധങ്ങളെയും അന്താരാഷ്ട്ര വിപണിയെയും നേരിട്ട് ബാധിക്കും. ഇറാന്റെ വിദേശ നയത്തിൽ വന്നിട്ടുള്ള ഈ കടുത്ത മാറ്റം വാഷിംഗ്ടണിലെ ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കാൻ പോന്നതാണ്. ചർച്ചകളിലൂടെയും നയതന്ത്ര കരാറുകളിലൂടെയും ഇറാനെ നിയന്ത്രിക്കാമെന്ന അമേരിക്കയുടെ തന്ത്രങ്ങൾക്കാണ് ഇപ്പോൾ കനത്ത തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. ധാരണാപത്രം പൂർണ്ണമായും തകരുകയാണെങ്കിൽ അത് പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യങ്ങളെ കൂടുതൽ വഷളാക്കും. അമേരിക്കയുടെ സഖ്യകക്ഷികളായ രാജ്യങ്ങളും ഈ പുതിയ സംഭവ വികാസങ്ങളെ അതീവ ആശങ്കയോടെയാണ് വീക്ഷിക്കുന്നത്. അമേരിക്കൻ ട്രഷറി ഡിപ്പാർട്ട്മെന്റിന്റെ നടപടികൾ അന്താരാഷ്ട്ര തലത്തിൽ തങ്ങൾക്ക് ലഭിച്ച നയതന്ത്ര വിജയങ്ങളെ അട്ടിമറിക്കുന്നതാണെന്ന തിരിച്ചറിവും ഇറാനിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേവലം ഒരു ഔദ്യോഗിക പ്രതിഷേധത്തിൽ ഒതുക്കാതെ കരാറിൽ നിന്നുള്ള പിന്മാറ്റമെന്ന കടുത്ത ആയുധം തന്നെ പ്രയോഗിക്കാൻ ടെഹ്റാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. ഇത് അമേരിക്കൻ ഭരണകൂടത്തിനുള്ള വ്യക്തമായ ഒരു സ്ട്രാറ്റജിക് മുന്നറിയിപ്പാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസത്തിന്റെ ആഴം എത്രത്തോളം വലുതാണെന്ന് ഈ സംഭവം ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. ഒരു വശത്ത് ചർച്ചകളുടെ വഴി തുറന്നിടുകയും മറുവശത്ത് കടുത്ത ഉപരോധങ്ങളിലൂടെ ശത്രു രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന അമേരിക്കൻ ഇരട്ടത്താപ്പാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ അമേരിക്ക ഈ മുന്നറിയിപ്പിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും പശ്ചിമേഷ്യയുടെ ഭാവി.
ഉപരോധങ്ങളുമായി മുന്നോട്ടു പോകാനാണ് അമേരിക്കൻ തീരുമാനമെങ്കിൽ ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികൾ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ നീക്കങ്ങളുമായി കൂടുതൽ ശക്തമായി മുന്നോട്ടു പോകാൻ സാധ്യതയുണ്ട്. ആരാഗ്ചിയുടെ പ്രസ്താവനയിലൂടെ ഇറാൻ തങ്ങളുടെ നയതന്ത്ര അതിരുകൾ കൃത്യമായി രേഖപ്പെടുത്തി കഴിഞ്ഞു. ഒരു പരമാധികാര രാഷ്ട്രത്തെ ഭീഷണിപ്പെടുത്തിയും സാമ്പത്തികമായി ഉപരോധിച്ചും കീഴ്പ്പെടുത്താമെന്ന് കരുതുന്ന സാമ്രാജ്യത്വ ശക്തികൾക്കുള്ള മറുപടിയായാണ് ടെഹ്റാൻ ഈ നിലപാടിനെ കാണുന്നത്. അമേരിക്കൻ ട്രഷറി സെക്രട്ടറിയുടെ നടപടികളെ വ്യക്തിപരമായി പരാമർശിച്ചുകൊണ്ട് ഇറാൻ നടത്തിയ വിമർശനം അമേരിക്കൻ ഭരണകൂടത്തിനുള്ളിലെ നയരൂപീകരണ പാളിച്ചകളെയാണ് വിരൽ ചൂണ്ടുന്നത്. UN ഇറാൻ ധാരണാപത്രം ഇപ്പോൾ മരണശയ്യയിലാണ് എന്ന് പറയാം. അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് അടിയന്തരവും ഫലപ്രദവുമായ നയതന്ത്ര തിരുത്തലുകൾ ഉണ്ടായില്ലെങ്കിൽ ഈ കരാർ പൂർണ്ണമായും റദ്ദാക്കപ്പെടും. പരസ്പര വിശ്വാസ്യതയും തുല്യമായ നിയമപാലനവുമില്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ നയതന്ത്രത്തിന് സ്ഥാനമില്ലെന്ന ഇറാന്റെ പ്രഖ്യാപനം ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ ഒരു പുതിയ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു.